കേരള ടു കശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യണം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമസ്കാരം, ഞാൻ അജയ്. വൈക്കേഷ് ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ടു കശ്മീർ എപ്പോ പോണം, എങ്ങനെ പോണം, എവിടെയൊക്കെ പോണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എത്ര രൂപ ചെലവാകാൻ തുടങ്ങി ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ വേറെ ഒരു വീഡിയോ കാണണ്ട, ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാവും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കശ്മീർ പോകുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്കൊരു അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും ഈ വീഡിയോ. കശ്മീർ നമുക്ക് 3 സീസണിൽ എക്സ്പ്ലോർ ചെയ്യാം: സമ്മർ, ഓട്ടം, വിന്റർ. ഈ 3 ടൈമിൽ പോയി കഴിഞ്ഞാൽ കശ്മീർ 3 എക്സ്പീരിയൻസ് ആണ് തരിക. സമ്മറിൽ പോകുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറിംഗ് സീസണും അതേപോലെ തന്നെ ആപ്പിൾ സീസണൊക്കെ ഉള്ള ടൈമാണ്. ഇത് മെയിൻലി സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിൽ തൊട്ടാണ്. ഏപ്രിൽ തൊട്ട് ഒരു ഒക്ടോബർ വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ഈ സമ്മർ സീസൺ എന്ന് പറയുക. സമ്മർ സീസണിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മഞ്ഞൊക്കെ കാണാം, അതേപോലെ തന്നെ ഒരുപാട് ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. കശ്മീരിൽ ഒരുപാട് ട്രെക്കിങ്സ് ഉണ്ട്, അതെല്ലാം അടിപൊളി ട്രെക്കിങ്സ് ആണ്. വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ പകുതി തൊട്ട് മെയ് വരെയാണ്. ഈ ടൈമിലാണ് കശ്മീർ ഫുള്ള് വെള്ള കളറുള്ള നല്ല മഞ്ഞ് പെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഇടയ്ക്ക് സ്നോഫോളും ഉണ്ടാവും. ഒരുപാട് സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ടൈമാണ് വിന്റർ ടൈം. ഈ ടൈമിൽ പക്ഷെ നമുക്ക് ട്രെക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇതിനിടയിൽ വരുന്ന ടൈമാണ് ഓട്ടം സീസൺ. ഈ ഓട്ടം സീസണിലാണ് കശ്മീരിൽ മൊത്തത്തിൽ ഒരു യെല്ലോ കളർ വരുന്നത്. അതായത് മേപ്പിൾ ലീവ്സ് ഒക്കെ താഴേക്ക് വീണ് അടിപൊളിയായിട്ടുള്ള ഒരു ഫോറിൻ വൈബ് കിട്ടുന്ന ടൈമാണ് ഈ ഓട്ടം സീസൺ. അതുകൊണ്ട് കശ്മീർ 3 സീസണിൽ പോയാലും ഒരു നഷ്ടമില്ല. 3 സീസണിലും കശ്മീരിന് 3 ഡിഫറെന്റ് അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് കശ്മീരിലേക്ക് എത്തുക എന്നുള്ളത്. കശ്മീർ നമുക്ക് ഫ്ലൈറ്റിൽ പോവാം, അതേപോലെ തന്നെ ട്രെയിനിൽ പോവാം. ഫ്ലൈറ്റിൽ പോകണ കാര്യം ഭയങ്കര ഈസിയാണ്. അതായത് നമുക്ക് ശ്രീനഗർ എയർപോർട്ടിലേക്ക് എത്താം. ശ്രീനഗറിലേക്ക് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നുമില്ല, എല്ലാം കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഉള്ളത്. ഫ്ലൈറ്റ് കാര്യം എളുപ്പമാണെന്നുണ്ടെങ്കിലും റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഞാൻ 4700 രൂപയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 30,000 32,000 വരെയൊക്കെ ഫ്ലൈറ്റ് വന്നേക്കുന്ന ടൈമും ഉണ്ടായിട്ടുണ്ട്. കശ്മീർ പോകാൻ നിങ്ങൾ ഫ്ലൈറ്റിലാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ റേറ്റ് ഭയങ്കര ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇനി നിങ്ങൾ ട്രെയിനിനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ജമ്മു താവി വരെയാണ് നമുക്ക് നിലവിൽ ട്രെയിൻ ഉള്ളൂ, അതും ആഴ്ചയിൽ ഒരെണ്ണം ഉള്ളൂ. അതല്ലെങ്കിൽ ഇവിടുന്ന് നേരെ ഡൽഹിക്ക് പോവുക, ഡൽഹിയിൽ നിന്ന് ജമ്മു താവിയിലേക്ക് വേറൊരു ട്രെയിൻ മാറി കയറുക. ജമ്മു താവിയിൽ നിന്ന് പിന്നെ ബസ്സിലാണ് നമുക്ക് ശ്രീനഗർ വരെ എത്താനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇതല്ലെങ്കിൽ ട്രെയിനിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബനിഹാൽ വരെ ഒരു ബസ്സിൽ പോവാം. ബനിഹാലിൽ നിന്ന് ശ്രീനഗർ വരെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. ഈ ബനിഹാലിൽ നിന്ന് ശ്രീനഗർ വരെയുള്ള പാച്ചാണ് ഈ മഞ്ഞു മൂടിയ കശ്മീരിന്റെ ഇടയിലൂടെയുള്ള ട്രെയിൻ പോകുന്ന ആ റൂട്ടൊക്കെ ഉള്ളത്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വിന്ററിൽ മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം വെറുത്തിട്ടാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അധികം വൈകാതെ തന്നെ ഡൽഹിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ട്രെയിൻ ഓടിത്തുടങ്ങും. അത് ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. പിന്നെ ഡൽഹി എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജമ്മു താവിയിലേക്ക് ട്രെയിൻ ഒന്നും കൺഫേം ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്സിൽ പോകാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു ട്രാവലായി മാറും. അത്രയ്ക്ക് പാടാണ്. നമുക്ക് 24 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും കശ്മീർ എത്താനായിട്ട്. ഇനി കശ്മീർ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള മെയിൻ സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൽ മെയിൻ ആയിട്ട് വരുന്ന സ്ഥലമാണ് ശ്രീനഗർ. ശ്രീനഗറിലാണ് നമുക്ക് ദാൽ ലേക്ക് ഉള്ളത്. നമ്മുടെ കീർത്തി ചക്രയിലെ മറ്റേ ഗുദാസേ മന്നത്ത് ഹേ മേരി ആ പാട്ടൊക്കെ വന്നില്ലേ, ആ സ്ഥലമാണ് ഈ ദാൽ ലേക്ക് എന്ന് പറയുന്നത്. ഈ ദാൽ ലേക്കിൽ സൺറൈസിലോ സൺസെറ്റിലോ ഉള്ള ഷിക്കാര റൈഡ് മസ്റ്റാണ്. ഇതേപോലെ തന്നെ വേറൊരു സ്ഥലമാണ് ശ്രീനഗറിൽ ശങ്കരാചാര്യ ടെമ്പിൾ. ഈ ശങ്കരാചാര്യ ടെമ്പിളിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ശ്രീനഗർ ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ജമാ മസ്ജിദ്, മുഗൾ ഗാർഡൻസ്, ഇതെല്ലാം ഉള്ളത് ശ്രീനഗറിലാണ്. രണ്ടാമത്തെ ദിവസം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗുൽമർഗ്. ഗുൽമർഗിലാണ് ഈ ഗണ്ടോള റൈഡ്, അതേപോലെ തന്നെ പോണി റൈഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഗുൽമർഗ്. വിന്ററിലാണെങ്കിലും സമ്മറിലാണെങ്കിലും ഓട്ടമിലാണെങ്കിലും ഗുൽമർഗ് വേറൊരു ഫീൽ ചെയ്യുന്നു. മൂന്നാമത്തെ ദിവസം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സോൻമർഗ്. സോൻമർഗ് ഈ ലേയിലേക്കൊക്കെ പോകുന്ന വഴിക്കാണ്. അപ്പോൾ ലേയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് സോൻമർഗ് എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല. ഈ സോൻമർഗിലാണ് ഈ ഫ്രോസൺ ഗ്ലേസിയേഴ്സ് ഒക്കെ വരുന്നത്. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോണിയിൽ വേണം പോകാൻ. അതല്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ബൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്ത് പോകാം. ഓൾമോസ്റ്റ് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അതൊക്കെ വിന്റർ സീസണിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. സോൻമർഗിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മളവിടെ 0 പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അതാണ് സോജില പാസ് എന്നൊക്കെ പറയുന്നത്. അതായത് ലേ ലഡാക്കിലേക്കൊക്കെ പോകുന്നതിന് മുന്നുള്ള ആദ്യത്തെ ഹൈ പാസ്. അതൊരു അടിപൊളി സ്ഥലമാണ്. നല്ല ഇടുങ്ങിയ റോഡിൽ കൂടെ നമ്മളിങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്കും നമുക്ക് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പേടിയൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ സോജില പാസ് അല്ലെങ്കിൽ 0 പോയിന്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ കശ്മീരിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് പെഹൽഗാം. പെഹൽഗാമിലാണ് നമ്മുടെ ആപ്പിൾ ഓർച്ചാർഡ്സ് ഒക്കെ ഉള്ളത്. ഓഗസ്റ്റ്, അതായത് ആപ്പിൾ സീസണിന്റെ ടൈമിലേക്കാണ് പെഹൽഗാമിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന റോഡിന്റെ 2 സൈഡിലും ആപ്പിൾ ഓർച്ചാർഡ്സിലൊക്കെ ഫുള്ള് ആപ്പിൾ മരങ്ങൾ ഉണ്ടാവും. നമുക്ക് ആ ഓർച്ചാർഡ്സിലേക്ക് കയറി ആപ്പിൾസ് ഒക്കെ പറിക്കാം. അതിനൊക്കെ ചെറിയ ഫീസേ ഉള്ളൂ. അതേപോലെ തന്നെ ആപ്പിൾ ജ്യൂസ് ഒക്കെ മിതമായ റേറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ പേരക്കൊക്കെ പറിക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് ആപ്പിൾ കുറച്ച് കിട്ടാം.
ഇത് കൂടാതെ പെഹൽഗാമിൽ നിന്നാണ് ഈ അമർനാഥ് യാത്ര അതുപോലത്തെ ട്രെക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പെഹൽഗാമിലാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ വേണ്ട ഒരു സ്ഥലമാണ് ദൂദ് പത്രി. ദൂദ് പത്രിയും ഈ പെഹൽഗാമിന്റെയും ഗുൽബർഗിന്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ദൂദ് പത്രി എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ കശ്മീരിൽ ഒരുപാട് ഓഫ് ബീറ്റ് പ്ലേസസ് ഉണ്ട്. ഗുരേസ്, തുലയില്, യോഷ്മാർഗ്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കശ്മീർ വന്നു കഴിയുമ്പോൾ സ്റ്റേ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ശ്രീനഗറിൽ തന്നെയാണ്. കാരണം വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ ശ്രീനഗർ വന്നിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ശ്രീനഗർ ആണ് ഒരു സെന്റർ പോയിന്റ് അല്ലെങ്കിൽ സിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ശ്രീനഗർ തന്നെ ദാൽ ലേക്കിന്റെ പരിസരത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് പല റേഞ്ചിലുള്ള ഹോട്ടൽസ് അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ദാൽ ലേക്കിൽ ഹൗസ് ബോട്ടിലൊക്കെ സ്റ്റേ ചെയ്യാം. വിന്റർ ടൈമിലൊക്കെ ഒന്നും അവിടെ സ്റ്റേ ചെയ്യാത്തതാണ് നല്ലത്, അതുപോലെ തണുപ്പായിരിക്കും. പിന്നെ വിന്റർ ടൈമിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഹോട്ടലിൽ ഹീറ്റർ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം. ഹീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ പെടും, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അത്രയും തണുപ്പായിരിക്കും കശ്മീരിൽ. അതേപോലെ ഈ 300-400 രൂപയുടെ ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ സ്റ്റാർ ഹോട്ടൽസും കശ്മീരിൽ അവൈലബിൾ ആണ്. ഒരു നോർമൽ ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു 1000-1200 റേഞ്ചിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഹോട്ടലൊക്കെ കിട്ടും. ഇതേപോലെ തന്നെയാണ് ഹൗസ് ബോട്ടും. ഹൗസ് ബോട്ടും 500 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അതേപോലെ തന്നെ 13,000 രൂപ 14,000 രൂപ വരെയുള്ള ഹൗസ് ബോട്ടുകളും കശ്മീരിൽ അവൈലബിൾ ആണ്. കശ്മീരിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം കൊള്ളാവുന്ന ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇനി നിങ്ങൾ സോളോ ട്രാവലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് നേരെ ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ഗോസ്റ്റ് ഹൗസിലേക്ക് പോവാം. അവിടെ ബങ്ക് ബെഡ്സ് അവൈലബിൾ ആണ്. 700 രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ്. ഹോസ്റ്റൽ കശ്മീരൊക്കെ അടിപൊളിയാണ്. നൈറ്റൊക്കെ അടിപൊളി വൈവാണ്, ഹോസ്റ്റലിലാണെങ്കിലും ഗോസ്റ്റ് ഹൗസ് ആണെങ്കിലും. കശ്മീർ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പൊസിഷനിലുള്ളതാണ് മൂൺലൈറ്റ് കഫേയിലെ വാൽനട്ട് ഫഡ്ജ്. അടിപൊളി വാൽനട്ട് ഫഡ്ജ് എന്ന് പറഞ്ഞാൽ അടിപൊളി വാൽനട്ട് ഫഡ്ജ്. 96% വാൽനട്ട്, ബാക്കിയുള്ളത് ഹണി ആൻഡ് ഡേറ്റ്സ്. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരു പ്രാവശ്യം കഴിച്ചാൽ ഒരിക്കലും മറക്കൂല, അത്രയ്ക്ക് ടേസ്റ്റാണത്. പിന്നെ മുഗൾ ദർബാറിലെ വാസ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഷാന്നും പറയുന്നുണ്ട്, അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നും പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ആക്കണ്ട. അതിൻ്റെ അകത്ത് വാസ്വാൻ ഒരു പോർഷൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും. അതിൻ്റെ അകത്ത് തബക് മാസ്, റോഗൻ ജോഷ്, അതേപോലെ തന്നെ ഗുസ്താബ, റസ്താബ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. വിത്ത് കാശ്മീരി റൈസ്. നമ്മുടെ റൈസ് പോലെയോ അല്ലെങ്കിൽ ബസ്മതി റൈസ് പോലെയോ അല്ല, ഒരു വെറൈറ്റി റൈസാണ് ഈ കശ്മീരി റൈസ് എന്ന് പറയുന്നത്. അതും ഈ വാസ്വാനിലെ എല്ലാ ഫുഡ് ഐറ്റംസും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ വാസ്വാൻ ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കരുത്. ഇത് കൂടാതെ ഷിക്കാര റൈഡിൻ്റെ ടൈമിൽ നമുക്ക് ഇഷ്ടംപോലെ ബാർബിക്യൂസ് അവൈലബിൾ ആണ്. ഈവനിങ്ങിലും പല സ്ഥലത്തും ബാർബിക്യൂസ് അവൈലബിൾ ആണ്. അതൊക്കെ ചീപ്പ് റേറ്റിലാണ് കിട്ടുക. മെയിൻലി മട്ടൺ ഡിഷസ് ആണ് കൂടുതൽ. പിന്നെ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഹലീം. നമ്മുടെ ഗ്ലൂയി ടെക്സ്ചറിലുള്ള മീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഹലീം എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത് കൂടാതെ വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് കഫേസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ചായ്, പിന്നെ ലിബർട്ടി കഫേ. ഇത് രണ്ടും ഒരിക്കലും മിസ്സാക്കരുത്. കശ്മീരിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഇന്റേണൽ ട്രാൻസ്പോർട്ടിന് മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഷെയർ ടാക്സിയിൽ നിങ്ങൾ പോകാൻ നോക്കുക. ഷെയർ ടാക്സിയിൽ ഗുൽമർഗൊക്കെ പോകാനായിട്ട് 100 രൂപ 70 രൂപ അത്രയൊക്കെയാണ് ചാർജ് വരത്തുള്ളൂ. അതേപോലെ സോൻമർഗ് ആണെങ്കിലും പെഹൽഗാം ആണെങ്കിലും 200 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടും. നിങ്ങൾ കാർ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 1800 രൂപ തൊട്ടാണ് കാറിൻ്റെ സ്റ്റാർട്ടിങ്. ഇന്നോവയൊക്കെ ആകുമ്പോഴത്തേക്കും റേറ്റ് കൂടും. അതേപോലെ തന്നെ ഓൾട്ടോ ഒക്കെ ആണെങ്കിലാണ് 1800, അല്ലെങ്കിൽ ഇൻഡിക്ക, അതൊക്കെയാണ് 1800 കിട്ടുള്ളൂ. പിന്നെ ബസ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിൻ്റെ സമയം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഡെസ്റ്റിനേഷൻ എത്താനുള്ള ടൈമൊക്കെ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കും. അപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ബൈക്ക് റെന്റിന് എടുത്തിട്ടാണെങ്കിലും ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാം. ബൈക്കിന്റെ റെന്റ് എന്ന് പറയുന്നത് ഒരു ദിവസം 1000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ ഇതൊക്കെ സീസൺ അനുസരിച്ച് മാറും. മെയിൻ ആയിട്ടുള്ള സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ട് ജൂൺ വരെയാണ് ഇവരുടെ സീസൺ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ടൈമും സീസൺ അല്ല, ബാക്കി എല്ലാം ഓഫ് സീസൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷേ ഈ ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള ടൈമിൽ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കശ്മീരിൽ. കശ്മീർ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ദിവസം നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ എയർപോർട്ടിൽ നിന്നാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും നമ്മൾ ബുക്ക് ചെയ്തേക്കണം ഹോട്ടലിലേക്ക് പോവുക. ഫ്രഷിനപ്പൊക്കെ ആയി അത്യാവശ്യം ടൈമൊക്കെ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്ത ശേഷം നമുക്ക് ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാം. ശ്രീനഗറിൽ ഫസ്റ്റ് നമുക്ക് പോകാൻ പറ്റിയ സ്പോട്ട് എന്ന് പറയുന്നത് ശങ്കരാചാര്യ ടെമ്പിൾ ആണ്. ശങ്കരാചാര്യ ടെമ്പിൾ 5 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളൂ. ചില ടൈമിൽ 4:30 വരെയൊക്കെ ഉള്ളൂ. അപ്പം ആദ്യം തന്നെ ശങ്കരാചാര്യ ടെമ്പിൾ കവർ ചെയ്യാനാണ് നല്ലത്. ഇത് കുറേ സ്റ്റെപ്പൊക്കെ കയറി പോകേണ്ട ഒരു ടെമ്പിളാണ് ശങ്കരാചാര്യ ടെമ്പിൾ. അങ്ങോട്ട് പോകുന്ന റോഡൊക്കെ അടിപൊളി റോഡാണ്. അപ്പോൾ ശങ്കരാചാര്യ ടെമ്പിൾ കവർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മാക്സിമം മതി. അവിടെ നിന്ന് നേരെ തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ജമാ മസ്ജിദ്, അതേപോലെ തന്നെ മുഗൾ ഗാർഡൻസ്, അത്യാവശ്യം കാണുന്ന സ്ട്രീറ്റ് ഫുഡൊക്കെ. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും കവ അവൈലബിൾ ആണ്. കവ എന്ന് പറഞ്ഞാൽ അവരുടെ കശ്മീരി ചായയാണ് കവ എന്നുള്ളത്. അതെന്തായാലും നിങ്ങൾ കുടിക്കാൻ മറക്കരുത്. അതൊക്കെ ഒരു കശ്മീരിന്റെ വൈബ് വരാനായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാം. ഇതെല്ലാം ചെയ്ത് വൈകിട്ടാവുമ്പോഴത്തേക്കും നല്ലൊരു ഷിക്കാര റൈഡിന് പോവുക. അതായത് സൺസെറ്റിന്റെ ടൈമിൽ. നിങ്ങൾ ഒരു പ്രാവശ്യം സൺസെറ്റിന്റെ ടൈമിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു പ്രാവശ്യം കൂടെ സൺറൈസിന്റെ ടൈമിൽ കൂടെ പോകാനായിട്ട് നോക്കും. ഈ സൺറൈസിന്റെ ടൈമിലാണ് കൂടുതലായിട്ടും വെജിറ്റബിൾ മാർക്കറ്റ്, അതേപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ സൺസെറ്റിന്റെ ടൈമിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കുക.
അപ്പം അതിന്റെ ചാർജ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 300 രൂപയ്ക്കാണ് ഇതിന്റെ ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ റേറ്റിന് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവർ പറയുന്നത് 1500, 2000 ഒരു 300 രൂപയാണ് മാക്സിമം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് മണിക്കൂർ അനുസരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്തോരം കൂടുതൽ ടൈം, ഇപ്പോൾ 3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ 3 മണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 7 മണിക്ക് ശേഷം ഒന്നും ഷിക്കാര റൈഡ് അത്രയ്ക്ക് നല്ല കാര്യമില്ല, നല്ല തണുപ്പായിരിക്കും. ഒരു സൺസെറ്റ് കഴിയുന്നതോടുകൂടി തിരിച്ച് എത്തണം നമ്മൾ. അങ്ങനെ വേണം ഈ ഷിക്കാര റൈഡ് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അന്നത്തെ ദിവസം വൈകിട്ട് നല്ലൊരു ഡിന്നറൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. പിറ്റേ ദിവസം നമുക്ക് ഗുൽമർഗിന് പോവാം. ഗുൽമർഗ് ശ്രീനഗറിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 65 കിലോമീറ്റർ ആണ്. ഒന്നിൽ ഈ ഷെയർ ടാക്സി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്യാബ്, അല്ലെങ്കിൽ ബൈക്ക്. മുന്നേ പറഞ്ഞ പോലെ ഏതാണോ നിങ്ങളുടെ ഓപ്ഷൻ അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യുക. അതിനുശേഷം ഗുൽമർഗിലേക്ക് പോവുക. ഗുൽമർഗിലെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗണ്ടോള റൈഡാണ്. ഈ ഗണ്ടോള റൈഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കേബിൾ കാർ റൈഡിനാണ് ഈ ഗണ്ടോള റൈഡ് എന്ന് പറയുന്നത്. ഈ ഗണ്ടോള റൈഡ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. 14 ദിവസം മുന്നേ ടിക്കറ്റ് ഓപ്പൺ ആവും. ആ ടൈമിൽ തന്നെ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡബിൾ റേറ്റ് ആയിരിക്കും അവർ ചോദിക്കുക. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മുന്നേ ബുക്ക് ചെയ്തിട്ട് പോവുക. ഗണ്ടോള റൈഡ് 2 ഫേസ് ആയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഫേസ് 1 വരെയുള്ള ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് 800 രൂപയും ഫേസ് 2ലേക്ക് 1000 രൂപയാണ്. അപ്പൊ ടോട്ടൽ ഒരു 1800 രൂപയും അപ്പ് ആൻഡ് ഡൗണിന് ഗണ്ടോള ടിക്കറ്റിന്റെ റേറ്റ്. വിന്റർ ടൈമിലാണെങ്കിൽ ഫേസ് 1ലും അതേപോലെ തന്നെ താഴെ തൊട്ട് തന്നെ ഗുൽമർഗിൽ ഫുള്ള് സ്നോ ആയിരിക്കും. പക്ഷേ സമ്മർ സീസണിലൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഫേസ് 2ൽ മാത്രമാണ് സ്നോ ഉണ്ടാവുള്ളൂ. ഈ ഫേസ് 2ലേക്കൊക്കെ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഓൾട്ടിറ്റ്യൂഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കാണ് എത്തുന്നത്. അപ്പൊ ആ ടൈമിൽ മോഷൻ സിക്നസ് ഒക്കെ ഉള്ളവർ അതിന്റെ ടാബ്ലറ്റ് ഒക്കെ കൈ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഓൺലൈനായിട്ട് ഗണ്ടോള റൈഡ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അത് ചെക്ക്ഔട്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഗണ്ടോള ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ബ്ലാക്കിൽ ടിക്കറ്റ് ഒക്കെ എടുക്കാം. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പോണിയാണ്. പോണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി തന്നെയായിരിക്കും പോണി റൈഡ്. അതൊക്കെ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് മാത്രമാണ് നമ്മൾ അവിടുന്ന് മേടിക്കാവുള്ളൂ. പിന്നെ സമ്മറിൽ ഓട്ടത്തിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫേസ് 1 വരെയൊക്കെ ട്രെക്ക് ചെയ്ത് പോകണേന് ഒരു കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് ട്രെക്ക് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബൂട്ട്സ് ഉണ്ടായാൽ മതി. അതൊക്കെ അവിടെ നിന്ന് മേടിക്കാനും അല്ലെങ്കിൽ റെന്റിനാണെങ്കിലും നമുക്ക് കിട്ടും. അതിനൊക്കെ ചാർജ് വരുന്നത് 100-150 രൂപയ്ക്കാണ് ഈ ബൂട്ടിനൊക്കെ ചാർജ് വരുന്നത്. ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ് ഗുൽമർഗ്. ക്വാഡ് ബൈക്കിങ്, സ്കീയിങ്, സ്ലെഡ്ജിങ്, പോണി റൈഡ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലം. നിങ്ങൾ ഗുൽമർഗ് എത്തിക്കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ വിൽക്കാനായിട്ട് നിങ്ങളുടെ പുറകെ ആൾക്കാർ കൂടും. അതിലൊന്നും വീഴരുത്. നിങ്ങൾ വൺസ് അവിടെ ഫേസ് 1ലോ അല്ലെങ്കിൽ ഫേസ് 2ലോ എത്തിയതിനു ശേഷം മാത്രം അവിടെയൊക്കെ കണ്ട് കുറെ നേരം നിന്നതിന് ശേഷം മാത്രമാണ് ഇതൊക്കെ എടുക്കാവുള്ളൂ. ഇവർ പറയുന്ന റേറ്റ് ഒരു 10x റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സമാധാനത്തിൽ സാവധാനത്തിൽ പതുക്കെ നിന്ന് സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലാഭകരമായിട്ട് ഈ റൈഡൊക്കെ ചെയ്തിട്ട് വരാനായിട്ട് പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് ബഡ്ജറ്റ് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സമാധാനം കിട്ടും. അവിടുത്തെ മെഡോസ്, അതായത് സമ്മർ ടൈമിലാണെങ്കിൽ മെഡോസും, അതേപോലെ വിന്റർ ടൈമിലാണെന്നുണ്ടെങ്കിൽ സ്നോയും, അതേപോലെ ഒരുപാട് ആടുകളെ മേയ്ക്കുന്ന ആൾക്കാരും, ഇങ്ങനത്തെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരും, ഇതൊക്കെ കാണാനുള്ള സ്ഥലമാണ് ഗുൽമർഗ്. അപ്പൊ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വെറുത്തിട്ടായിരിക്കും ഗുൽമർഗിലുള്ള വിസിറ്റ്. ഈ ഗുൽമർഗിന്റെ കൂടെ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്ഥലമാണ് ഡങ് വാട്ടർഫോൾസ്. അതൊരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു റിവറാണ്. അതായത് വിന്റർ ടൈമിലായിരിക്കും അത് പോയി കാണാനുള്ള സൗകര്യമൊക്കെ. അത് തൻമർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഗുൽമർഗിലേക്കും പിന്നെ ഡങ് വാട്ടർഫോളിലേക്ക് 2 വഴിയായിട്ട് തിരിയും. അപ്പൊ ഡങ് വാട്ടർഫോളിലേക്ക് പോവുക, അതൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് അതും കവർ ചെയ്ത് തിരിച്ച് നിങ്ങൾ ശ്രീനഗറിലേക്ക് വരും. ശ്രീനഗർ എത്തിക്കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യുക, ഡിന്നർ കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൽ ലേക്കിന്റെ സൈഡിൽ കൂടെ ഒരു വാക്കിനൊക്കെ പോവാം, അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. അങ്ങനെ നമുക്ക് 2ാമത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം. ഡേ 3 നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് പെഹൽഗാം. പെഹൽഗാമും ഗുൽമർഗും ഒക്കെ കവർ ചെയ്യാനാണ് എല്ലാവരും കശ്മീരിലേക്ക് പോകുന്നത്. വിന്റർ സീസണിൽ ഒരിക്കലും പെഹൽഗാം ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ബാക്കി 2 സീസണിലും ഓക്കെയാണ് പെഹൽഗാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്നോ കേപ്ഡ് ആയിരിക്കും. പിന്നെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് ക്രൗഡ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് പോകുന്ന ഒരു വെർത്തിറ്റായിട്ട് ഒരിക്കലും തോന്നില്ല വിന്റർ ടൈമിൽ. സമ്മറിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പെഹൽഗാം. പെഹൽഗാമിൽ നിങ്ങൾ ആദ്യം എത്തുന്ന സ്ഥലം ആറുവാലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ആറുവാലിയിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ട്രെക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോർട്ട് ട്രെക്സ് ഉണ്ട്, അതേപോലെ തന്നെ വലിയ ട്രെക്കൊക്കെ ഉണ്ട്. ഒരു 4-5 ദിവസം നീണ്ടിരിക്കുന്ന ട്രെക്കുകൾ വരെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആറുവാലിയിൽ നമുക്കൊരു 2 മണിക്കൂർ, അത്യാവശ്യം 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. അവിടുന്ന് നേരെ ബേതാബ് വാലിയിലേക്ക് പോവാം. ബേതാബ് വാലിയും കവർ ചെയ്ത് ചന്ദൻവാടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്താം. ഈ ചന്ദൻവാടിയിൽ നിന്നാണ് നമ്മൾ ഈ അമർനാഥ് യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡേറ്റ്സിന്റെ കൺസ്ട്രെയിൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പെഹൽഗാമിൽ ഒരു ദിവസം സ്റ്റേ അടിക്കാം. വിന്റർ ടൈമിലല്ല, സമ്മർ ടൈമിൽ. അതൊരു അടിപൊളി അനുഭവം തന്നെയായിരിക്കും. ഈ ശ്രീനഗർ ടു പെഹൽഗാം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 140 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഡേ തന്നെ നമുക്ക് ശ്രീനഗറിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ശ്രീനഗറിലേക്ക് തിരിച്ചു വരിക. 3ാമത്തെ ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് ദൂത്പത്രി. ദൂത്പത്രി എന്ന് പറയുന്നത് ഗുൽമർഗിന്റെയും അതേപോലെ തന്നെ പെഹൽഗാമിന്റെയും മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്യാവശ്യം അടിപൊളി നല്ല മെഡോസും അതേപോലെ അടിപൊളി കുതിരകളും പിന്നെ ആടും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ദൂത്പത്രി. നിങ്ങളിൽ ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് ദൂത്പത്രി ചൂസ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഗുൽമർഗും പെഹൽഗാമും പോവുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റിന്റെ കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ ദൂത്പത്രി സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി പോകുന്നുണ്ടെങ്കിൽ 3ാമത്തെ ദിവസം ദൂത്പത്രി വയ്ക്കുക.
നാലാമത്തെ ദിവസം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സോൻമർഗ്. ഈ ലേയിലേക്കൊക്കെ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് ഈ സോൻമർഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കൊരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഗ്ലേഷ്യേഴ്സ് ഒക്കെ കാണാൻ പറ്റും. അത് കാണാനായിട്ട് നമുക്ക് ട്രെക്ക് ചെയ്ത് വേണം പോകാനായിട്ട്. ഐദർ നമുക്ക് ട്രെക്ക് ചെയ്ത് പോവാം അല്ലെങ്കിൽ പോണിയിൽ പോവാം. ഓൾമോസ്റ്റ് ഒരു 12 കിലോമീറ്റർ വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. ഒരു 12 കിലോമീറ്ററോളം ഉണ്ട്. അതായത് എവിടെയാണോ വണ്ടി നിർത്തുന്നത് അവിടുന്ന് ഓൾമോസ്റ്റ് 12 കിലോമീറ്റർ നടന്നാലാണ് നമ്മൾ സോൻമർഗിലെ ഈ ഫ്രോസൺ ഗ്ലേഷ്യേഴ്സ് ഒക്കെ എത്തുള്ളൂ. അപ്പോൾ അവിടെയും ഈ ഗുൽമർഗിലുള്ള പോലെ തന്നെ ഒരുപാട് സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം വിന്ററിൽ പോയാലും അത്യാവശ്യം നല്ല ഗ്രീനറി മെഡോസ് ഒക്കെ ആയിട്ട് ആ ടൈമിലാണെങ്കിലും പോയി കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. സോൻമർഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സോൻമർഗിന്റെ മുകളിലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് സോജിലാ പാസ് അല്ലെങ്കിൽ 0 പോയിന്റ് എന്നൊക്കെ പറയാം. ലേ ലഡാക്കിലേക്ക് പോകുമ്പോൾ ഉള്ള ആദ്യത്തെ ഹൈ പാസ് ആണ് ഈ സോജിലാ പാസ്. അപ്പൊ സോജിലാ പാസിന്റെ ഒരു നമ്മുടെ അഡ്രിനാലിൻ റഷ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരണം നാരോ ആയിട്ടുള്ള റോഡിൽ കൂടെ നമ്മളിങ്ങനെ കറക്റ്റ് വണ്ടിക്ക് പോകുന്നത് കാണുമ്പോൾ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 0 പോയിന്റ് മിസ്സാക്കരുത്, അല്ലെങ്കിൽ സോജിലാ പാസ് മിസ്സാക്കരുത്. അപ്പോൾ സോജിലാ പാസ് കണ്ട് അവിടെ ഒരു അടിപൊളി മാഗി ഒക്കെ കഴിച്ച് ഒരു കവയൊക്കെ കുടിച്ചിട്ട് നേരെ തിരിച്ച് ശ്രീനഗറിലേക്ക് വരിക. ഒരു 4 മണിയോടുകൂടി നമുക്ക് ഈസി ആയിട്ട് ശ്രീനഗറിലേക്ക് തിരിച്ചെത്താനായിട്ട് പറ്റും. അപ്പം 4ാമത്തെ ദിവസം വേണമെങ്കിൽ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് കയറാം. ഇനി അതല്ല, ഒരു ദിവസം കൂടെ ദാലിലേക്കും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് റിട്ടേൺ തുടങ്ങാം. ഇതാണ് ബേസിക് ആയിട്ട് കശ്മീർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ട്രിപ്പ് പ്ലാൻ. ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഡേയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുരൈസ്, അതേപോലെ തന്നെ യോഷ്മാർഗ്, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഓഫ് ബീറ്റ് പ്ലേസസ് ഒക്കെ പോകാനായിട്ട് പറ്റും. ഈ ഗുരൈസ് എന്നൊക്കെ പറയുന്നതാണ് കശ്മീരിന്റെ റിയൽ ബ്യൂട്ടി. അതിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാത്തൊരു സ്ഥലമാണ് ഗുരൈസ് അല്ലെങ്കിൽ യോഷ്മാർഗ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഈ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ തന്നെ ഉണ്ടാക്കണം. കാരണം ഗുരൈസിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 1 ഡേ ട്രാവലാണ്. നമുക്കൊരു 3 ഡേയ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ്, എക്സ്ട്രാ 3 ഡേയ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗുരൈസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുരൈസിലേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി കശ്മീർ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ്, ഡ്രസ്സിങ്. അതായത് നിങ്ങൾ ഏത് കാലാവസ്ഥയിലാണോ പോകണേ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് നിങ്ങൾ കരുതിയേ പറ്റും. അത്യാവശ്യം നല്ല SPF ഉള്ള സൺസ്ക്രീൻ നിർബന്ധമായിട്ട് കശ്മീർ പോകുമ്പോൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ മോയ്സ്ചറൈസറും വേണം. പിന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് ഒക്കെ നിർബന്ധമായിട്ട് എടുക്കണം. നമുക്ക് വിന്റർ ടൈമിലൊക്കെ 0നേക്കാളും മൈനസിലേക്കൊക്കെ ടെമ്പറേച്ചർ പോകാറുണ്ട്. അതും നമുക്ക് മൈനസിലേക്ക് പോയാലും ഒരു -5 ആണെങ്കിലും അവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഒരു -10 ആയിട്ടൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വിന്റർ ക്ലോത്ത്സ്, തെർമൽസ്, അതേപോലെ തന്നെ സോക്സ്, വൂളൻ സോക്സ്, ക്യാപ്പ്, പിന്നെ ഗ്ലൗസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കരുതുക. പിന്നെ ഈ ഗുൽമർഗ്, സോൻമർഗ് അവിടെയൊക്കെ പോകുമ്പോൾ എക്സ്ട്രാ സ്യൂട്ട് അല്ലെങ്കിൽ ബൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് റെന്റിന് എടുക്കാം. അതൊക്കെ എടുത്താൽ മതി. അതല്ലാതെ സ്ഥിരമായിട്ട് ട്രിപ്പിനൊന്നും പോകുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും മേടിച്ച് വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രീപെയ്ഡ് സിം വർക്ക് ചെയ്യത്തില്ല. പ്രീപെയ്ഡ് സിം വർക്ക് ചെയ്യില്ലാത്തതുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് സിം എടുത്തിട്ട് വേണം പോകാൻ. എയർടെല്ലോ, ജിയോയോ അല്ലെങ്കിൽ BSNL. ഇത് 3 ആയാലും കുഴപ്പമില്ല. ഏതായാലും നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് സിം മാത്രമാണ് എടുക്കാവുള്ളൂ. അതല്ലെങ്കിൽ കശ്മീർ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സിം മേടിക്കാം. അവിടെ നിന്ന് എടുക്കുന്ന പ്രീപെയ്ഡ് സിമ്മും വർക്ക് ചെയ്യും. അതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഇവിടുന്ന് പ്രിപ്പയർ ആയിട്ട് പോസ്റ്റ് പെയ്ഡ് എടുത്ത് പോവുക. അല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ കശ്മീർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സേഫ് ആണോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. കശ്മീർ 100% സേഫ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിനേക്കാൾ സേഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുട്ടിന് പട്ടാളക്കാരും അതേപോലെ തന്നെ പോലീസുകാരും ഉള്ള സ്ഥലമാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. നമ്മളെ കംഫർട്ടബിൾ ആക്കാനും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അവിടുത്തെ നാട്ടുകാരും പോലീസുകാരും അതേപോലെ തന്നെ പട്ടാളക്കാരും. പക്ഷെ കുറെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട് കശ്മീരിൽ. അങ്ങോട്ടൊക്കെ വെറുതെ നമ്മൾ തോന്നിയ പോലെ ഒന്നും കയറി പോകരുത്. അവർ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ തന്നെ അതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ പോകാൻ പാടുള്ളൂ. പിന്നെ കൂടുതൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിൽക്കണ്ട. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% സേഫ് ആയിട്ട് ഈ ജേർണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എത്ര രൂപ ചിലവാകും കശ്മീർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്? കശ്മീരിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചാർജ് വരും. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റിനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 15,000 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15,000 രൂപ. ഞാൻ 4,700 രൂപയ്ക്കും പോയിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ്ലി റേറ്റ് വരിക ഒരു 12,000 to 16,000 ഉള്ളിലാണ് ഫ്ലൈറ്റിന്റെ 1 വേ ടിക്കറ്റ് കിട്ടാറുള്ളത്. അപ്പോൾ ഫ്ലൈറ്റിനാണെന്നുണ്ടെങ്കിൽ അത്രയും രൂപ ചിലവാകും. ഇനി ട്രെയിനിനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലീപ്പർ ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1,500 രൂപയ്ക്ക് നമുക്ക് ജമ്മു താവി വരെ എത്താൻ പറ്റും. അവിടുന്ന് ഒരു 400 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കശ്മീരിൽ എത്താൻ പറ്റും. 400 രൂപ ബസ്സിന്റെ ചാർജാണ് പറഞ്ഞത്. അപ്പോൾ 2 വേ ആവുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു 4,000 രൂപയാവും നമുക്ക് അവിടെ എത്താനുള്ളതിനും പിന്നെ തിരിച്ചു വരാനുള്ള ചാർജ്. പിന്നെ ഇന്റേണൽ ട്രാൻസ്പോർട്ടിനൊക്കെ ഷെയർ ടാക്സി ആണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ 150 രൂപ റേഞ്ചിൽ ഷെയർ ടാക്സി. അതേപോലെ തന്നെ പെഹൽഗാമിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. ബാക്കി എല്ലാത്തിനും ഒരു 100 150 രൂപ റേഞ്ചിലാണ് ഷെയർ ടാക്സിക്ക് റേറ്റ് വരും. പിന്നെ ക്യാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ മിനിമം 2,000 രൂപ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. 2,000 തൊട്ട്
ഒരു 4000, 5000 അത് നമ്മൾ ബാർഗൈൻ ചെയ്യുന്ന അനുസരിച്ചിരിക്കും. പിന്നെ സീസൺ അനുസരിച്ച് ഈ റേറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഇവർ പറയുന്നതനുസരിച്ച് ഫ്ലവറിംഗ് സീസൺ ആണ് ഏറ്റവും പീക്ക് സീസൺ ആയിട്ട് ഇവർ കരുതുന്നത്. അപ്പൊ ഈ ടൈമിൽ എങ്ങനെയൊക്കെ പോയാലും ഈ 2000 എന്നുള്ള ചാർജ് ചിലപ്പോൾ 2500, 3000 വരെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. എന്നാലും നിങ്ങൾ ബാർഗൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 2500 എങ്ങനെയെങ്കിലും നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത എക്സ്പെൻസ് ആണ് സ്റ്റേ വരുന്നത്. നമ്മളൊരു 750 രൂപ കൂട്ടിക്കോ സ്റ്റേക്ക് വേണ്ടിയിട്ട്. ഏത് സീസണിലാണ് 750 രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഹോട്ടൽ കിട്ടും. ഒരുപാട് ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. 750 രൂപയ്ക്ക് 750 രൂപയുടെ ക്വാളിറ്റിയുള്ള ഹോട്ടലാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ട്രിപ്പ് പ്ലാൻ അനുസരിച്ച് നമുക്ക് 4 നൈറ്റ് എങ്ങനെയായാലും കശ്മീരിൽ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 × 750, അതായത് 3000 രൂപ സ്റ്റേക്ക് വേണ്ടി മാത്രമാവും. പിന്നെ ഉള്ള എക്സ്പെൻസ് ആണ് ഫുഡിന്റെ എക്സ്പെൻസ്. ഫുഡ് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 രൂപ പെർ ഡേയിൽ ഫുഡ് ഒതുക്കാനായിട്ട് പറ്റും. അപ്പം 300 × 5 1500 രൂപ ഫുഡിന് മാത്രമായിട്ടാവും. പിന്നെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്, അതെങ്ങനെയൊക്കെ പോയാലും ഒരു 4000 രൂപ നിങ്ങൾ മാറ്റി വെച്ചോ. 4000 രൂപയ്ക്ക് അത്യാവശ്യം എല്ലാ ആക്ടിവിറ്റീസും, അതും ഗണ്ടോള റൈഡ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു 4000 രൂപ. ഇനി ടോട്ടലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്ത് അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലും എടുത്ത് ഷെയർ ടാക്സിയിലൊക്കെ ട്രാവൽ ചെയ്ത് ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 5 ഡേയ്സ് കശ്മീർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 15000 രൂപ എന്തായാലും ചിലവാകും. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, ഇൻ കേസ് നിങ്ങൾക്ക് ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ ടൈം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ട്രാവൽ കമ്പനി ഉണ്ട്. YKS ട്രിപ്പ് എന്നാണ് ഈ ട്രാവൽ കമ്പനിയുടെ പേര്. നിങ്ങൾക്ക് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കശ്മീർ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ YKS ട്രിപ്പ് ഫോർ യു. പിന്നെ കശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ DM ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞുതരും. ഇനി ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും പറയാം. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറൊരു ട്രിപ്പ് പ്ലാനായിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ.